സംസ്ഥാനത്തെ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന നഗരസഭകളിൽ ഒന്നാണ് പാലക്കാട്. ഹാട്രിക് സ്വപ്നം കാണുന്ന ബിജെപിക്ക് ഇവിടെ ഏറ്റവും വലിയ തിരിച്ചടി പാളയത്തിൽ പാട തന്നെ. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സി കൃഷ്ണകുമാറിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ രൂക്ഷമായ വിഭാഗീയ പ്രശ്നങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പായതോടെ ആളിക്കത്തുകയാണ്. മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക വിവാദം തിരിച്ചടിയാകുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട്. LDFും പാലക്കാട് പ്രതീക്ഷ കൈവിടുന്നില്ല. ചൂടേറിയ പോരാട്ടം നടക്കുന്ന പാലക്കാട് ഇത്തവണ ആർക്കൊപ്പം നിൽക്കും? തെരഞ്ഞെടുപ്പിൽ ഇവിടെ ചർച്ചയാകുന്ന പ്രധാന വിഷയങ്ങൾ എന്തൊക്കെ? വിശദമായ വിവരങ്ങളും വിശകലനവുമായി സാജിദ് അജ്മൽ ചേരുന്നുണ്ട്. സാജിദ, ഈ പാളയത്തിൽ പട BJPക്ക് തിരിച്ചടിയാകുന്നത് എങ്ങനെ? ഒപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അത് എങ്ങനെ നിലവിൽ അവിടെ ചർച്ചയാകും? ഒപ്പം LDFിന്റെ പ്രതീക്ഷകൾ എങ്ങനെ? കോർപ്പറേഷനുകൾ കഴിഞ്ഞാൽ നഗരസഭ എന്ന നിലയ്ക്ക് കേരളം തന്നെ ഉറ്റുനോക്കുന്ന നഗരസഭയാണ് പാലക്കാട് എന്നതിൽ സംശയമില്ല. കാരണം പാലക്കാട് പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ഈ നഗരം BJP ഭരിക്കുന്നു എന്നത് തന്നെയാണ് ഇത് ഈ ശ്രദ്ധാകേന്ദ്രമാകുന്നതിന് കാരണം. കഴിഞ്ഞ തവണയും ഇത്തവണയും അങ്ങനെ 10 വർഷമായി BJPയാണ് ഭരിക്കുന്നത്. എന്നാൽ ആ BJPക്കകത്ത് വലിയ പാളയത്തിൽ പടയാണ് നടക്കുന്നത് എന്നതിൽ സംശയമില്ല. 2015 കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ കൂടി ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയ്ക്ക് 52 വാർഡുകളിൽ 22 നേടി BJP പ്രശ്നങ്ങളില്ലാതെ അധികാരത്തിൽ തുടർന്നു. അതായത് മറ്റ് LDFും UDFും ചേർന്ന് ഇവരെ താഴെ ഇറക്കാൻ ശ്രമിച്ചില്ല. എന്നാൽ കഴിഞ്ഞ തവണ കേവല ഭൂരിപക്ഷം നേടി 28 സീറ്റിന്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് BJP ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഭരണത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ വന്നു. പ്രിയ അജയൻ എന്ന യുവ ചെയർപേഴ്സൺ രാജി വെച്ചു. പിന്നീട് മറ്റൊരു ചെയർപേഴ്സൺ, അതായത് പ്രമിള ശശിധരൻ വന്നു. ഈ 2 ചെയർപേഴ്സൺമാരും ഇപ്പോഴും BJPക്ക് എതിരെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഉള്ളത്. കാരണം പ്രിയ അജയൻ തനിക്ക് കൈപ്പേറിയ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നു എന്ന് തുറന്ന് പറഞ്ഞ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതാണ്. പ്രമിള ശശിധരനാണെങ്കിൽ ഏകപക്ഷീയമായ സ്ഥാനാർത്ഥി നിർണയമാണ് ഇത്തവണ ഉണ്ടായത്. പ്രമിള ശശിധരന് സീറ്റ് നിഷേധിക്കുകയും ചെയ്തിരുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയാം. സി കൃഷ്ണകുമാർ വിഭാഗം സ്ഥാനാർത്ഥി നിർണയത്തിൽ പിടിമുറുക്കി എന്ന ഒരു ആരോപണം മറുവിഭാഗം ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ സ്മിതേഷിനെ പോലുള്ള ഈ കൃഷ്ണദാസിനെ പോലുള്ള ആളുകൾക്ക് സുരക്ഷിതമല്ലാത്ത സീറ്റുകൾ നൽകി എന്ന ഒരു ആരോപണം അവിടെ നിൽക്കുന്നു. ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ BJPക്കകത്ത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. മറുഭാഗത്ത് കോൺഗ്രസ് ആണെങ്കിൽ ഇത്തവണ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു. അത് BJPക്കകത്ത് പാളയത്തിൽ പടയാണ് പ്രധാനപ്പെട്ട കാരണം. മറ്റൊന്ന്, നഗര ഭരണത്തിനെതിരെ ഉള്ള ജനങ്ങളുടെ വികാരം തങ്ങൾക്ക് അനുകൂലമാകുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ UDFിനകത്ത്, പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് ചില വിമത പ്രശ്നങ്ങൾ ഉണ്ടായി. 3 വിമത സ്ഥാനാർത്ഥികൾ ഉണ്ട്. അത് 48ാം വാർഡിൽ ഉൾപ്പെടെ വിമത സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ഈ വിമത സ്ഥാനാർത്ഥികൾ വരുന്നതോടുകൂടി വോട്ട് ഛിന്ന ഭിന്നമായി പോകുന്ന ഒരു പ്രശ്നം കോൺഗ്രസിന് വലിയ തോതിൽ അലട്ടുന്നുണ്ട്. അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഏത് രീതിയിൽ ബാധിക്കുമെന്നൊരു ആശങ്ക UDF നേതൃത്വത്തിനുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭയിൽ നഗരസഭയിലാകെ 52 സീറ്റ് 10 വർഷം BJP ഭരിച്ചുവെങ്കിലും വിഭാഗീയത BJPക്ക് തലവേദനയാകുന്നുണ്ട്. സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.